സത്യങ്ങൾ ഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതം നന്മയുള്ളതാവാൻ ഭഗവാൻ കൃഷ്ണൻ സഹായിക്കട്ടെ. രാധേ രാധേ. കുറ്റപ്പെടുത്തൽ ഇത് മനുഷ്യന് ഏറ്റവും വേഗം പഠിക്കുന്ന ഒരു ശീലമാണ്. സംഭവിച്ചതിന് ഉത്തരവാദി താനാകാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ കുറ്റം മറ്റൊരാളിലേക്ക് തള്ളുന്നത്. അതൊരു പ്രതിരോധം. അല്പനേരം മാത്രമുണ്ടാകുന്ന ദുഃഖങ്ങൾ അവസാനിക്കുന്നതിന് മുൻപായി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ ഗുണകാംക്ഷികളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും വ്യക്തമായി കാണിച്ചു പറയുമ്പോൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അറിവിനെ ഉണർത്തുന്നതും ആ നിമിഷം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുന്നതും നമ്മളെ അകത്തുനിന്ന് ഈ ദുഃഖം തന്നെയാണ്. അതിൽ നിന്നാണ് നാം അകന്നു പോകുന്നത്. അഥവാ നമ്മൾ ഈ ദുഃഖങ്ങളെയെല്ലാം നേരിടുവാൻ ശീലിച്ചാൽ, കുറ്റപ്പെടുത്തൽ ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ, ഒന്ന് അവയെ സ്വന്തമാക്കിയാൽ ഈ ജീവിതം ഇനിയും അധികം ആനന്ദകരമായി തീരുന്നതാണ്. അതുകൊണ്ട് ഇനി എപ്പോൾ ഈശ്വരനെ ഓർത്താൽ നമ്മുടെ വളർച്ച അവിടെയല്ല നിർത്തും. ദുഃഖങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനല്ല എന്ന് തീരുമാനിച്ചാൽ ദുഃഖങ്ങളെ നേരിടുവാനുള്ള ശക്തിയാണ് ആവശ്യപ്പെടേണ്ടത്. വീട്ടിൽ പ്രശ്നമുണ്ടായാൽ സ്വപ്നങ്ങൾ കാണൂ, കുറ്റപ്പെടുത്തും. ഭയമില്ലാതെ അതിന്റെ നേർക്ക് മുന്നേറൂ. മക്കൾ മാതാപിതാക്കളെ സ്വപ്നം ഉറപ്പായും മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തും. എല്ലാവരും ശരിയാണെന്ന് കരുതും, പക്ഷെ കുടുംബം തകരും. ഇവിടെ ആരും ദുഷ്ടന്മാരല്ല. എല്ലാവരും വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റം മറ്റൊരാളിലേക്ക് മാറ്റുകയാണ്. ഇന്നത്തെ കാലത്ത് കുറ്റപ്പെടുത്തൽ വളരെ എളുപ്പമാണ്. ഒരു പരാജയം വന്നാൽ സിസ്റ്റം കുറ്റം, ഒരു ബന്ധം പൊട്ടിയാൽ മറ്റേയാൾ വിഷം, ഒരു ജോലി പോയാൽ ബോസ് മോശം. പക്ഷെ ഒരു നിമിഷം നിശബ്ദമായി ഇരുന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം, ഇവിടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഇതാണ് ഭക്തിയുടെ പ്രാക്ടിക്കൽ ഭാഗം. ഭക്തി എന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല. ഭക്തി എന്നത് ജീവിതത്തെ തുറന്ന കണ്ണുകളോടെ കാണാനുള്ള ധൈര്യമാണ്. ശ്രീകൃഷ്ണന്റെ ജീവിതം തന്നെ നോക്കൂ. അവിടെ എവിടെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമില്ല. വഞ്ചന കണ്ടു, അനീതി കണ്ടു, അവഹേളനങ്ങൾ കണ്ടു. പക്ഷെ ഓരോ സാഹചര്യത്തെയും അവൻ ബോധത്തോടെ കൈകാര്യം ചെയ്തു. ഇന്ന് നമ്മൾ ചോദിക്കണം, കുറ്റപ്പെടുത്തൽ നമ്മളെ ശാന്തരാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കടുപ്പമാക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ എപ്പോഴും കുറ്റം പറയുന്നവനാകുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം വളരും, അസുരക്ഷിതത്വം വളരും. അവൻ സ്നേഹിക്കാൻ പേടിക്കും, വിശ്വസിക്കാൻ പേടിക്കും. അതേസമയം എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരാൾ അകത്തുനിന്ന് തകർന്നു പോകും. എന്നാൽ ഞാനാണ് മോശം, എനിക്കൊന്നും പറ്റില്ല എന്ന ശബ്ദം അവനെ ശ്വാസം മുട്ടിക്കും. ഇവിടെയാണ് ശ്രീകൃഷ്ണ ഭക്തിയുടെ മധ്യവഴി. നീ കുറ്റം പറയരുത് എന്നുമല്ല, നീ കണ്ണടയ്ക്കണം എന്നുമല്ല, നീ തിരിച്ചറിയണം, ശാന്തമായി, സത്യസന്ധമായി. ഒരു മനുഷ്യൻ നിന്നെ വേദനിപ്പിച്ചാൽ അത് അംഗീകരിക്കണം, പക്ഷെ അത് നിന്റെ മുഴുവൻ ജീവിതത്തിന്റെ നിർവചനമാക്കരുത്. ഒരു തെറ്റ് നീ ചെയ്താൽ അതിനെ സമ്മതിക്കണം, പക്ഷെ അതുകൊണ്ട് നീ തന്നെ വെറുക്കരുത്. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്തി പ്രായോഗികമാകുന്നിടം. ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തെക്കാൾ വലിയ ചോദ്യം ഇതാണ്: നിനക്ക് മനസാക്ഷിയുണ്ടോ? നീ സത്യം പറയാൻ തയ്യാറാണോ? നീ കരുണ കാണിക്കാൻ തയ്യാറാണോ? കുറ്റപ്പെടുത്തൽ കുറയുന്ന ദിവസം നമ്മുടെ ഉള്ളിൽ ശാന്തി തുടങ്ങും. കാരണം അപ്പോൾ നമ്മൾ ജീവിതത്തെ എതിരെ യുദ്ധം ചെയ്യുന്നത് നിർത്തും. ജീവിതം നമ്മെ തോൽപ്പിക്കാൻ വന്നിട്ടില്ല, നമ്മെ പാകപ്പെടുത്താൻ വന്നതാണ്. ഇത് മനസ്സിലായാൽ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴും ഒന്ന് നിശ്ചലമായി നിൽക്കും. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ശ്വാസമെടുക്കും. സൗഹൃദം ആ നിമിഷമാണ് പലർക്കും ആശ്വാസമാണ്. പക്ഷേ ചിലർക്കത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുമാണ്. കാരണം നമ്മൾ ഏറ്റവും തുറന്നു ചിരിക്കുന്നതും ഏറ്റവും വിശ്വസിക്കുന്നതും സുഹൃത്തുക്കളുടെ മുന്നിലാണ്. അവിടെയാണ് ആദ്യ കുറ്റപ്പെടുത്തൽ ജനിക്കുന്നത്. അവൻ എന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നു, അവൾ അന്ന് കൂടെ നിൽക്കേണ്ടിയിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും ചോദിക്കുന്നില്ല, അവർക്കും സ്വന്തമായ ഒരു പോരാട്ടമുണ്ടാകാമല്ലോ. എല്ലാ സൗഹൃദങ്ങളും നമ്മളെ ജീവിതം മുഴുവൻ ചുമക്കാനായി ഉണ്ടാകുന്നില്ല. ചിലർ ഒരു വഴിത്തിരിവ് വരെ മാത്രം കൂടെ നടക്കാനാണ്. അത് തിരിച്ചറിയാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ സൗഹൃദം തകരുന്നതല്ല, നമ്മുടെ പ്രതീക്ഷകളാണ് തകരുന്നത്. ജോലി ജീവിതത്തിലേക്ക് വന്നാൽ അവിടെ കുറ്റപ്പെടുത്തൽ കൂടുതൽ നിശബ്ദമാണ്. ഒരു പിഴവ് സംഭവിച്ചാൽ പുറത്താരും ഒന്നും പറയില്ല, പക്ഷേ ഉള്ളിൽ കണ്ണുകളും നിശബ്ദതയും നമ്മളെ വിധിക്കും. അവൻ പോരാ, അവൾക്ക് കഴിവില്ല. പക്ഷേ ആ ജോലിസ്ഥലത്ത് എത്ര പേർ തങ്ങളുടെ ഉള്ളിലെ ഭയം മറയ്ക്കാനാണ് മറ്റുള്ളവരെ താഴ്ത്തുന്നത്? ഇവിടെ കുറ്റപ്പെടുത്തൽ പ്രതിഭയിലേക്കല്ല പോകുന്നത്, അസുരക്ഷിതത്വത്തിലേക്കാണ്. സമൂഹമെന്നത് കൂടുതൽ സങ്കീർണമാണ്. ഇവിടെ മുഖമൊന്ന്, പിന്നിലെ വാക്കുകൾ മറ്റൊന്ന്. മുന്നിൽ പുഞ്ചിരി, പിന്നിൽ വിലയിരുത്തൽ. നിന്റെ വിജയത്തെ അവർ കൈയടിക്കും, പക്ഷേ നിന്റെ പരാജയം അവർ രഹസ്യമായി ആസ്വദിക്കും. ഇത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നാം,
എല്ലാവരും അങ്ങനെയാണോ? അല്ല. പക്ഷേ സമൂഹം പലപ്പോഴും സത്യമല്ല, പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ഇവിടെയാണ് സ്വന്തം വീഴ്ചകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മൾ തന്നെ എത്ര തവണ മറ്റുള്ളവരെ തെറ്റായി വിലയിരുത്തിയിട്ടുണ്ട്? എത്ര തവണ നമ്മുടെ സൗകര്യത്തിന് സത്യം വളച്ചൊടിച്ചിട്ടുണ്ട്? ഇത് പറയുന്നത് സ്വയം കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, സ്വയം ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ്. ശ്രീകൃഷ്ണൻ ഒരിടത്തും കുറ്റപ്പെടുത്തലിന്റെ വഴി കാണിച്ചില്ല. അവൻ കാണിച്ചത് ഉത്തരവാദിത്വത്തിന്റെ വഴിയാണ്. എല്ലാം എന്റെ തെറ്റാണ് എന്നതല്ല ഉത്തരവാദിത്വം. ഇതിൽ നിന്ന് ഞാൻ എന്തു പഠിക്കണം എന്ന ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇതാണ് ഏറ്റവും പ്രായോഗികമായ ഭക്തി. ദൈവത്തെ വാക്കുകളിൽ വിളിക്കുന്നതല്ല, ജീവിതത്തിൽ ബോധത്തോടെ നടക്കുന്നതാണ്. നീ കുറ്റപ്പെടുത്തൽ കുറയ്ക്കുമ്പോൾ നിനക്ക് ശത്രുക്കൾ കുറയും. നിനക്ക് ഉള്ളിലെ ശബ്ദം ശാന്തമാകും. അവിടെ നീ ശക്തനാകും. അവിടെ നീ സ്വതന്ത്രനാകും. ഇതാണ് സൗഹൃദത്തിന്റെയും ജോലിയുടെയും സമൂഹത്തിന്റെയും സ്വന്തം വീഴ്ചകളുടെയും നടുവിൽ നിന്നുള്ള ഒരു സത്യം. കുറ്റപ്പെടുത്തൽ എന്നും ദ്വേഷം കൊണ്ടുള്ള ഒന്നല്ല. പലപ്പോഴും അത് പറയാൻ കഴിയാത്ത സ്നേഹത്തിന്റെ മറ്റൊരു രൂപമാണ്. കുടുംബത്തിനുള്ളിലെ നിശബ്ദ വേദനകൾ. അച്ഛനും അമ്മയും മക്കളോട് പറയുന്ന ചില വാക്കുകൾ കഠിനമായി തോന്നാം. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയമാണ്. അവർ പറയാത്ത വാക്കുകൾ ഇവയാണ്: നിനക്ക് കഷ്ടപ്പെടരുത്, ഞങ്ങൾ അനുഭവിച്ചത് നീ അനുഭവിക്കരുത്. കുറ്റപ്പെടുത്തൽ അവിടെ ഒരു ശിക്ഷയല്ല, ഒരു കാവലാണ്. ബന്ധുക്കളും താരതമ്യങ്ങളും. ബന്ധുക്കളുടെ വാക്കുകൾ ചിലപ്പോൾ വേദനിപ്പിക്കും. താരതമ്യങ്ങൾ ആത്മവിശ്വാസം തകർക്കും. പക്ഷേ ഇവിടെ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നത് സ്നേഹവും ഈർഷ്യയും തമ്മിലുള്ള മനുഷ്യ സ്വഭാവത്തിന്റെ സംഘർഷത്തിൽ നിന്നാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരുടെയും വാക്കുകൾ നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നില്ല. നമ്മളായിരിക്കുക തന്നെയാണ് ഏറ്റവും വലിയ വിജയം. വിശ്വാസവഞ്ചനയ്ക്ക് ശേഷമുള്ള മാറ്റം. ചിലപ്പോൾ കുറ്റപ്പെടുത്തൽ മറ്റുള്ളവരിൽ നിന്ന് വരില്ല, നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഇത്ര വിശ്വസിക്കാതിരുന്നാൽ. ഇവിടെ സംഭവിക്കുന്നത് മറ്റുള്ളവരിലല്ല, സ്വയമുള്ള മാറ്റമാണ്. അത് നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുന്നു, കൂടുതൽ ആഴമുള്ളവരാക്കുന്നു. ഭക്തിമാർഗത്തിൽ കുറ്റപ്പെടുത്തൽ. കൃഷ്ണദൃഷ്ടിയിൽ ഭഗവാൻ കൃഷ്ണൻ കുറ്റപ്പെടുത്തലിനെ ഒരു ശത്രുവായി കാണുന്നില്ല. അത് അവബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടം മാത്രമാണ്. കൃഷ്ണദൃഷ്ടിയിൽ ആരും പൂർണ്ണമായും ശരിയുമല്ല, പൂർണ്ണമായും തെറ്റുമല്ല. ഓരോ അനുഭവവും ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ള ഉപകരണമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെത്രത്തോളം പ്രായോഗികം? ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: കുറ്റപ്പെടുത്തലിനെ വേദനയായി മാത്രം കാണാതെ അതിന്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം സ്വീകരിക്കേണ്ടതില്ല, പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളിലാരും കുറ്റപ്പെടുത്തൽ കേൾക്കാതെ ജീവിച്ചിട്ടില്ല. വീട്ടിൽ, പഠനത്തിൽ, ജോലിയിൽ, ബന്ധങ്ങളിൽ, എവിടെയെങ്കിലും ഒരിടത്ത് നിനക്കിത് പറ്റില്ല, നീ ഇങ്ങനെയായതുകൊണ്ടാണ് എന്ന് കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും അത് സ്നേഹത്തിൽ നിന്നായിരിക്കും, ചിലപ്പോഴോ അത് അസൂയയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകാത്ത ഒരു ഭയത്തിൽ നിന്നായിരിക്കും. പക്ഷേ ഒരു സത്യമുണ്ട്: കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് നമ്മുടെ പരാജയമല്ല, അതിൽ തളർന്നു നിൽക്കുന്നതാണ് നമ്മെ പിന്നിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല, നിനക്ക് കുറ്റം പറയുന്നവരെ നശിപ്പിക്കൂ എന്ന്. അവൻ പറഞ്ഞത് ഇതാണ്: നീ നിന്റെ കർമ്മം ചെയ്യുക, വാക്കുകൾ നിന്റെ വഴി തടയാൻ അനുവദിക്കരുത്. ആളുകൾ കുറ്റം പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, എല്ലാം സത്യമെന്ന് വിശ്വസിക്കുക. രണ്ട്, എല്ലാം തെറ്റെന്ന് കരുതി ദ്വേഷിക്കുക. ഇത് രണ്ടും നമ്മെ തകർക്കും. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് മൂന്നാമത്തെ വഴിയാണ്. ശ്രദ്ധിക്കുക, പക്ഷേ കുടുങ്ങരുത്. ആലോചിക്കുക, പക്ഷേ തളരരുത്. ഒന്നോർക്കണം, മരം ഫലം കൊടുക്കുമ്പോഴാണ് കല്ലേറ് കിട്ടുന്നത്. വഴിയരികിലെ പുല്ലിനെ ആരും കുറ്റം പറയില്ല. അതിനാൽ നിനക്കു നേരെ കുറ്റപ്പെടുത്തൽ വന്നാൽ അതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ്: നീ ശ്രദ്ധിക്കപ്പെടുന്നിടത്തെത്തി. ഇവിടെ കേൾക്കുന്ന ഓരോരുത്തരോടും ഇന്ന് പറയാനുള്ളത് ഇതാണ്: നിന്റെ ജീവിതം മറ്റുള്ളവരുടെ അഭിപ്രായമനുസരിച്ച് അളക്കാനുള്ളതല്ല. നീ മുന്നോട്ട് നടക്കുമ്പോൾ വാക്കുകൾ പിന്നിൽ നിന്ന് വരും. അത് നിന്റെ ദിശ ശരിയാണെന്ന സൂചനയാണ്. ഇന്നു മുതൽ
കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സ്വയം ഇങ്ങനെ ചിന്തിക്കാൻ പഠിക്കൂ: ഇതെന്നെ തകർക്കാൻ വന്നതല്ല, എന്നെ വളർത്താൻ വന്ന ഒരു പരീക്ഷയാണ്. കുറ്റപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വരുന്നത് പുറത്തുനിന്നല്ല, അത് വീട്ടിനുള്ളിലാണ്. അച്ഛന്റെ വാക്കുകളിൽ, അമ്മയുടെ ആശങ്കയിൽ, നിനക്കിത്രയും മതി, നീ മറ്റുള്ളവരെ പോലെ ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും നിശബ്ദമായി വേദനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒന്ന് വ്യക്തമായി പറയണം: മിക്ക അച്ഛന്മാരും അമ്മമാരും കുറ്റപ്പെടുത്തുന്നത് മോശം മനസ്സുകൊണ്ടല്ല, ഭയത്തോടെയാണ്. ലോകം എത്ര കഠിനമാണെന്ന് അവർ അറിയാം. നമ്മൾ വീഴരുതെന്നുള്ള അവരുടെ പേടിയാണ് പലപ്പോഴും വാക്കുകൾ കഠിനമാക്കുന്നത്. പക്ഷേ സ്നേഹത്തിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലും വേദനിപ്പിക്കും. കാരണം കുട്ടികളുടെ മനസ്സ് കണ്ണാടി പോലെയാണ്. വാക്കുകൾ അവിടെ ആഴത്തിൽ പതിയും. നിനക്ക് ബുദ്ധിയില്ല, നിനക്കൊന്നും പറ്റില്ല എന്നൊക്കെ കേട്ട് വളരുന്നവർ പിന്നീട് സ്വയം തന്നെ കുറ്റപ്പെടുത്താൻ പഠിക്കും. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ഭഗവാൻ യുദ്ധഭൂമിയിൽ അർജുനനോട് നിനക്കിപ്പോൾ ഭയം തോന്നുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല. പകരം ഭയം വരും, പക്ഷേ ആ ഭയത്തിലാണ് നിന്റെ തീരുമാനമെടുക്കേണ്ടത് എന്നല്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇതാണ്: കുടുംബം പറഞ്ഞ വാക്കുകൾ നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്യമാകരുത്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ അമ്മ പറഞ്ഞ വാക്കുകൾ തലയിൽ വെച്ച് നടക്കും, അച്ഛന്റെ പ്രതീക്ഷകൾ ഭാരമായി ചുമക്കും. പക്ഷെ ഒരു ദിവസം നമ്മൾ തന്നെ നമ്മോട് ചോദിക്കണം: ഇതെന്റെ ജീവിതമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭയത്തിലൂടെയുള്ള തീരുമാനത്തിൽ ഞാൻ ജീവിക്കുന്നതാണോ? ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മെ നന്നാക്കാനുള്ളത്. രണ്ട്, നമ്മെ ചുരുക്കാനുള്ളത്. നന്നാക്കാനുള്ളത് സ്വീകരിക്കണം, ചുരുക്കാനുള്ളത് വിടേണ്ടതുണ്ട്. ഇതാണ് ആത്മബലം. ഒരു മരം വളരുമ്പോൾ ചില കൊമ്പുകൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് മരം നശിക്കില്ല, മറിച്ച് കൂടുതൽ ശക്തമാകും. അതുപോലെ ബാല്യകാലത്ത് കിട്ടിയ കുറ്റപ്പെടുത്തലുകൾ നിനക്കിപ്പോൾ വേദനയായിരിക്കാം. പക്ഷേ അവ നിനക്ക് ദിശ കൊടുക്കാൻ ഉപയോഗിക്കാം. നിന്റെ അച്ഛനും അമ്മയും നിന്റെ ശത്രുക്കളല്ല, പക്ഷേ അവരുടെ എല്ലാ വാക്കുകളും നിന്റെ വിധിയുമല്ല. നീ അവരുടെ സ്നേഹം ഹൃദയത്തിൽ വയ്ക്കുക, അവരുടെ ഭയം ഭാരമായി ചുമക്കേണ്ട. കുടുംബത്തിന് പുറത്തേക്ക് നമ്മൾ ആദ്യമായി നേരിടുന്ന കുറ്റപ്പെടുത്തൽ ബന്ധുക്കളിൽ നിന്നാണ്. അവിടെ വാക്കുകൾ മൃദുവായിരിക്കും, പക്ഷേ അർത്ഥം മൂർച്ചയുള്ളതായിരിക്കും. ഇപ്പോഴും അതേ ജോലി തന്നെയോ? അവന്റെ മകൻ ഇത്രയും ഉയരത്തിലെത്തി, നിനക്കൊന്ന് ശ്രമിച്ചാൽ പോരെ? ഇത് മോശം വാക്കുകളല്ല, പക്ഷേ ഇവയുടെ ഉള്ളിൽ ഒരു വിഷമുണ്ട്: താരതമ്യം. നേരിട്ട് കൊല്ലില്ല, പക്ഷേ മനസ്സിനെ പതിയെ ചുരുക്കും. നീ സ്വന്തം വളർച്ച കാണാതാകും, സ്വന്തം വഴിയെ അപമാനിക്കാനും തുടങ്ങും. ഇതാണ് സമൂഹത്തിന്റെ നിശബ്ദ കുറ്റപ്പെടുത്തൽ. സൗഹൃദങ്ങളിലും ഇത് സംഭവിക്കും. ആദ്യകാലത്ത് കൂടെ നടന്നവർ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ പറയുന്ന ചില വാക്കുകൾ: ഇത്ര അഹങ്കാരം വന്നോ, ഇപ്പോൾ നമ്മളെ മറന്നല്ലോ, നീ മാറിപ്പോയല്ലോ. ഇവ കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും. പക്ഷേ ഇവിടെ ഒരു സത്യമുണ്ട്: നമ്മൾ വളരുമ്പോൾ ചിലർക്ക് നമ്മൾ ഇഷ്ടമാകാതെ വരും. അത് നമ്മുടെ തെറ്റല്ല. സമൂഹം നമ്മളെ ഒരിക്കലും നമ്മളായിട്ട് സ്വീകരിക്കില്ല. അവർക്കൊരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനുള്ളിൽ നീ പറ്റിയില്ലെങ്കിൽ നീ തെറ്റാണ് എന്ന വിധി വരും. ഇവിടെയാണ് ഭഗവാൻ കൃഷ്ണന്റെ ഒരു വലിയ സന്ദേശം. അവൻ ഒരിക്കലും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ജീവിച്ചില്ല. അവൻ ധർമ്മത്തിന്റെ വഴിയാണ് നടന്നത്. ആ വഴിയിൽ ചിലർ അവനെ കുറ്റപ്പെടുത്തി, ചിലർ സംശയിച്ചു, ചിലർ വിരോധിച്ചു. പക്ഷേ കൃഷ്ണൻ നിൽക്കാതെ പോയില്ല. കാരണം സത്യം ഒരിക്കലും കൂട്ടത്തിന്റെ അംഗീകാരം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥയാണ്. സമൂഹം നിനക്ക് ഒരു സമയപരിധി നൽകും, ഒരു നിലവാരം നൽകും, ഒരളവുകോൽ നൽകും. അത് പാലിച്ചില്ലെങ്കിൽ നീ പരാജിതൻ. പക്ഷേ ജീവിതം അങ്ങനെയല്ല. ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമാണ്, സമയം വ്യത്യസ്തമാണ്, പാകപ്പെടുന്ന നിമിഷവും വ്യത്യസ്തമാണ്. ഒരു വിത്ത് മണ്ണിനുള്ളിൽ നീണ്ടു നിൽക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നും, പക്ഷേ അകത്ത് വേരുകൾ വളരുകയാണ്. നിന്റെ ജീവിതവും അങ്ങനെയായിരിക്കാം. ബന്ധുക്കളും സൗഹൃദങ്ങളും സമൂഹവും നിനക്ക് കുറ്റപ്പെടുത്തൽ നൽകുമ്പോൾ നീ ഒരു കാര്യം മാത്രം ഓർക്കണം: അവർ നിന്റെ യാത്രയുടെ നീളമറിയുന്നില്ല. അവർ നിന്റെ ഉള്ളിലെ യുദ്ധങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിന്റെ ജോലി കുറ്റപ്പെടുത്തലിൽ തളരുകയല്ല, അതിനെ നിന്റെ ഇന്ധനമാക്കുക. നിശബ്ദമായി മുന്നോട്ട് നടക്കുക. ഉത്തരങ്ങൾ വാക്കുകളിലല്ല, ജീവിതത്തിൽ കൊടുക്കൂ. ജോലി ജീവിതത്തിലെ കുറ്റപ്പെടുത്തൽ, ആത്മവിശ്വാസം തകരുന്ന നിമിഷങ്ങൾ. ജോലി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ജോലിയല്ല, കുറ്റപ്പെടുത്തൽ സഹിക്കാനാണ്. ചെയ്താലും കുറ്റം, ചെയ്യാതിരുന്നാലും കുറ്റം, ശ്രമിച്ചാലും പറ്റിയില്ല,
നിശബ്ദമായി ഇരുന്നാലും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയാണ് ഒരാളുടെ ആത്മവിശ്വാസം പതിയെ തകരാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്ത പിഴവുകൾ ചെറുതായിരിക്കും, പക്ഷേ അത് പറയുന്ന രീതി നമ്മളെ ചെറുതാക്കുന്നതായിരിക്കും. വാക്കുകളാണ് ജോലി ജീവിതത്തിലെ വലിയ ആയുധം. ചില ഓഫീസുകളിൽ കുറ്റപ്പെടുത്തൽ ഒരു ശീലമാണ്. അവിടെ ശ്രമം കാണില്ല, വേദന കാണില്ല, ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ കാണില്ല. കാണുന്നത് ഫലം മാത്രം. ഇവിടെ ഒരുപാട് പേർ സ്വയം ചോദിക്കും, ഞാൻ ശരിക്കും ഇതിന് പറ്റാത്ത ആളാണോ? എന്നിൽ ഒന്നും കഴിവില്ലേ? ഇതാണ് കുറ്റപ്പെടുത്തൽ ഉള്ളിലുണ്ടാക്കുന്ന വലിയ മുറിവ്. ഇവിടെയാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞൊരു സത്യമോർക്കേണ്ടത്. അവൻ പറഞ്ഞു, നീ ചെയ്ത കർമ്മം നിന്നെ നിർവചിക്കില്ല. നീ അതിൽ നിന്ന് എന്താണ് പഠിച്ചത്, അതാണ് നിന്നെ നിർവചിക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്വയം ചോദിക്കും, എല്ലാവർക്കും പറ്റുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് പറ്റുന്നില്ല? പക്ഷേ സത്യമിതാണ്, പുറത്ത് വിജയിക്കുന്ന എല്ലാവരും ഉള്ളിലൊരിക്കൽ വീണവരാണ്. സ്വയം കുറ്റപ്പെടുത്തൽ നിന്നെ ശുദ്ധീകരിക്കില്ല, അത് നിന്നെ ചെറുതാക്കും. പക്ഷേ സ്വയം തിരിച്ചറിവ് നിന്നെ ഉയർത്തും. നീ നിന്റെ തെറ്റ് സ്വീകരിക്കുമ്പോൾ നീ ദുർബലനല്ല, നീ നല്ലൊരു മനുഷ്യനാണാവുന്നത്. അതിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നീ ശക്തനാവുന്നത്. ജീവിതത്തിൽ ചില അവസരങ്ങൾ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിനക്ക് ഇന്നും സ്വയം കുറ്റബോധമുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, നീ ഇപ്പോഴും മുന്നോട്ട് നടക്കുന്നു എന്നത് തന്നെയാണ് നിന്റെ വിജയം. സ്വയം ക്ഷമിക്കാത്തവൻ ഒരിക്കലും ശാന്തിയിലേക്കെത്തില്ല. നീ നിന്നോട് കരുണ കാണിച്ചാൽ ലോകം പതിയെ നിനക്ക് കരുണ കാണിക്കും. നീ ഒരു സത്യസന്ധനായി നന്നായി പെരുമാറുമ്പോഴും അവർ നിന്റെ പ്രവർത്തികളിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും. ഇരട്ടമുഖങ്ങൾ ജീവിതത്തിലെ സവിശേഷ പരീക്ഷണമാണ്. ചിലർ നിന്റെ സഹായം നന്ദി പറയാതെ അല്ലെങ്കിൽ പക്ഷപാതം പാലിച്ച് അത് നിന്റെ കുറവായി വ്യാഖ്യാനിക്കും. സത്യസന്ധമായി ജീവിച്ചാൽ അവർ നിന്റെ സത്യം വെളിച്ചത്തിലാക്കും. പക്ഷേ ഇത് നിന്റെ ശക്തി കുറയ്ക്കുന്നില്ല. നിനക്ക് അവരുടെ പ്രതികരണം ബുദ്ധിമുട്ടാക്കും. നീ ചിന്തിക്കണം, അവരുടെ നിരീക്ഷണം നിന്റെ മൂല്യം നിർണയിക്കില്ല. ചിലർ നിന്റെ പ്രവൃത്തിയിൽ പാശ്ചാത്തലത്തിന് അവഗണന കാണിക്കും. നിന്റെ വിജയം അവരെ കോപത്തിലെത്തിക്കും. പക്ഷേ ഇത് നിന്റെ ശാന്തിയെ തകർക്കരുത്. നീ അവരുടെ വ്യാഖ്യാനത്തിൽപ്പെട്ടാൽ നിന്റെ വികാരങ്ങൾ നിന്റെ നിയന്ത്രണത്തിന് പുറത്തുപോകും. ഇത് വിപരീത ഫലം മാത്രമേ വരുത്തൂ. വിപരീതമായി നീ സ്വയം നിയന്ത്രിച്ച് നിശബ്ദമായി തീർച്ചയായ വഴികൾ സ്വീകരിച്ചാൽ അവരുടെ നിരീക്ഷണം നിന്റെ വളർച്ചയ്ക്ക് പിന്തുണയാകും. ജോലിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഇരട്ടമുഖങ്ങൾ നമുക്കെല്ലാം കാണാം. പക്ഷേ അവന്റെ പ്രതികരണം നിന്റെ മൂല്യം നിശ്ചയിക്കുകയല്ല, നിന്റെ ശക്തി നിനക്ക് കുറയ്ക്കുകയുമില്ല. ജീവിതത്തിൽ നാം പലപ്പോഴും വെല്ലുവിളികളോട് അഭിമുഖീകരിക്കണം. കുറ്റപ്പെടുത്തലും ഇരട്ടമുഖങ്ങളും സ്വയം സംശയങ്ങളും ഇവിടെയുണ്ടാകും. പക്ഷേ ആ വെല്ലുവിളികൾ നിന്റെ ശക്തിയെ കണ്ടെത്താൻ വഴിയാണ്. നീ ചിന്തിക്കേണ്ടത്, ഞാൻ എന്തിന് ഇവിടെ നിൽക്കുന്നു? എനിക്കെന്തു പഠിക്കണം? ഞാൻ എങ്ങനെ മുന്നോട്ടു പോകണം? ഈ ചിന്തകൾ നിനക്ക് ആത്മവിശ്വാസവും ശക്തിയും നൽകും. നിന്റെ വീഴ്ചകൾ നിന്റെ കൂട്ടുകാരാകണം. പലപ്പോഴാണ് നാം വീണാൽ മാത്രം നാം നിജം കണ്ട് നമ്മുടെ കഴിവ് തിരിച്ചറിയുന്നത്. കുറ്റം പറയുന്നവരെ നീ ശ്രദ്ധിക്കരുത്. അവരുടെ വാക്കുകൾ നിന്റെ വളർച്ച തടയില്ല. നിന്റെ സത്യം നിനക്കായി വരും. നിന്റെ പരിശ്രമം നിനക്കായി പ്രതിഫലം നൽകും. പ്രതിസന്ധികൾ നിന്റെ ഭയങ്ങൾക്ക് മുന്നിൽ നിന്നാലും നീ നിശ്ചയിച്ചാൽ വിപരീത ഫലം വരില്ല. നീ ശക്തനാണ്. നീ ജീവിതത്തിൽ ഒന്നും നഷ്ടമാക്കുന്നില്ല. നീ വീഴുമ്പോൾ മാത്രം നീ നേടുന്നു. നീ പഠിക്കുന്നു. നീ വളരുന്നു. നീ ശക്തനാകും. ചെയ്യേണ്ട കാര്യങ്ങൾ: മറ്റുള്ളവരുടെ വാക്കുകളിൽ തളരാതിരിക്കുക. സ്വയം വിലയിരുത്തുക. നിർണായകമായി പരിശോധിക്കുക. നിങ്ങൾക്ക് തെറ്റുണ്ടോ? ചെയ്യേണ്ടത് എന്താണെന്ന് പരിശോധിക്കുക. കുറ്റപ്പെടുത്തലിനെ പഠനമായി മാറ്റുക. അത് നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കും. വിശ്വാസവും ആത്മവിശ്വാസവും നിലനിർത്തുക. കുറ്റപ്പെടുത്തുന്നവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ബന്ധനമായി ജീവിക്കാതിരിക്കുക. ബുദ്ധിപരമായ രീതിയിൽ സ്വയം നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതിന് എല്ലാവരെയും ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.